ചിരഞ്ജീവിയായി ഈ കലിയുഗത്തിലും ജീവിക്കുന്നതായി വിശ്വസിക്കുന്ന ഹനുമാൻ വായുപുത്രൻ എന്നറിയപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഹനുമാൻ പിറവിയെടുത്തത് ശിവബീജത്തിൽ നിന്നുമാണ്. ഈ ശിവബീജത്തെ വായുദേവൻ അഞ്ജന എന്ന വാനര സ്ത്രീയുടെ ഉദരത്തിൽ നിക്ഷേപിക്കുകയാണ് ഉണ്ടായത്. ഹനുമാന്റെ വളർത്തച്ഛൻ അഞ്ജന എന്ന വാനര സ്ത്രീയുടെ പതിയായ വീരകേസരിയായിരുന്നു. അപ്സരസായ പുഞ്ചികസ്ഥല എങ്ങനെയാണ് വാനര സ്ത്രീയായ അഞ്ജനയായി മാറിയത്? മഹാദേവന്റെ പുത്രനായ ഹനുമാൻ എപ്രകാരമാണ് വാനരനായി പിറന്നത്? ഹനുമാൻ എപ്രകാരമാണ് സൂര്യദേവന്റെ പുത്രനായ സുഗ്രീവന്റെ മന്ത്രിയായി തീർന്നത്? ഹനുമാന്റെ പിറവിയുടെ കഥ. ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് സ്വാഗതം. ഹനുമാന്റെ പിറവിയെപ്പറ്റി പുരാണങ്ങളിൽ വിഭിന്നങ്ങളായ കഥകൾ കാണുവാൻ സാധിക്കും. ഹനുമാന്റെ മാതാവായ അഞ്ജന എന്ന വാനര സ്ത്രീ പൂർവജന്മത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയുടെ ദാസിയായ പുഞ്ചികസ്ഥല എന്ന അപ്സരസായിരുന്നു. ഇവർ ഒരിക്കൽ പൂക്കൾ ശേഖരിക്കുന്നതിനായി പൂങ്കാവനത്തിലെത്തിയപ്പോൾ അവിടെ ഒരു കൂട്ടം ഗന്ധർവന്മാർ അപ്സരസുകളുമൊത്ത് അശ്വാഭ്യാസം നടത്തുന്നത് കണ്ടു. ഇത് അവളിൽ അനുരാഗം ജനിപ്പിക്കുകയും പുഞ്ചികസ്ഥല പൂ ശേഖരിക്കാതെ ആശ്രമത്തിൽ മടങ്ങിയെത്തി ദേവഗുരുവായ ബൃഹസ്പതിയോട് പ്രണയാഭ്യർത്ഥന നടത്തി. ഇതിൽ കുപിതനായ ബൃഹസ്പതി അവൾ ഒരു വാനര സ്ത്രീയായി തീരട്ടെ എന്ന് ശപിച്ചു. ശാപം കേട്ട് ദുഃഖിതയായ പുഞ്ചികസ്ഥല ശാപമോക്ഷത്തിനായി യാചിച്ചു. അവളുടെ അവസ്ഥയിൽ അലിവു തോന്നിയ ബൃഹസ്പതി അവളോട് ഇപ്രകാരം പറഞ്ഞു: നിനക്കിഷ്ടമുള്ള ഒരു വീരനുമൊത്ത് ഏറെക്കാലം ജീവിച്ച ശേഷം ശിവചൈതന്യത്താൽ നിനക്കൊരു വാനരപുത്രൻ ജനിക്കും. അതോടെ നിനക്ക് ശാപമോക്ഷം ലഭിച്ച് പൂർവ്വരൂപം ലഭിക്കും. അപ്പോൾ നിനക്ക് വീണ്ടും സ്വർഗത്തിലേക്ക് മടങ്ങി വരാം. ശാപത്തിന്റെ ഫലമായി പുഞ്ചികസ്ഥല ഒരു വാനര സ്ത്രീയായി വനത്തിലെത്തി. അവളായിരുന്നു അഞ്ജന. ആ ഘോര വനത്തിൽ ഭീതിയോടെ ഒരു രാത്രി അവൾ കഴിച്ചുകൂട്ടി. നേരം പുലർന്നപ്പോൾ വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ അവൾ കാട് മുഴുവൻ അലഞ്ഞു നടന്നു. ഒടുവിൽ അവൾ ശംഭസാധനൻ എന്ന രാക്ഷസന്റെ മുന്നിലെത്തി. അവളെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ച രാക്ഷസനിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ അഞ്ജനയെ രാക്ഷസനും പിന്തുടർന്നു. അഞ്ജന ശ്രീ പരമേശ്വരനെ മനം നൊന്ത് പ്രാർത്ഥിച്ചു. അവളുടെ സമീപമെത്തിയ രാക്ഷസൻ അവളെ പിടിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരു രാജസർപ്പത്തിന്റെ ദംശനമേറ്റ് രാക്ഷസൻ നിലം പതിച്ചു. എങ്കിലും ശംഭസാധനൻ മരിച്ചില്ല. ഈ സമയം അഞ്ജന ഓടി അടുത്ത് കണ്ട ഒരു ആശ്രമത്തിലെത്തി. നടന്ന സംഭവങ്ങൾ മുഴുവൻ അഞ്ജന അവിടുത്തെ മഹർഷിമാരെ അറിയിച്ചു. തുടർന്ന് ശംഭസാധനനെ വധിക്കുവാനായി മുനിമാർ വീരകേസരി എന്ന വാനരവീരനെ ആശ്രമത്തിലേക്ക് വരുത്തി. പിറ്റേന്ന് മഹർഷിമാർ യാഗം നടത്തുമ്പോൾ ശംഭസാധനൻ എന്ന രാക്ഷസൻ അഞ്ജനയെ അന്വേഷിച്ച് ആശ്രമത്തിലെത്തി. ഈ സമയം അവിടെയുണ്ടായിരുന്ന വീരകേസരി എന്ന വാനരവീരൻ രാക്ഷസനുമായി ഏറ്റുമുട്ടി. ഉഗ്രമായ പോരാട്ടത്തിൽ ശരീരം മുഴുവനും മുറിവേറ്റിട്ടും യാതൊരു ക്ഷീണവുമില്ലാതെ പോരാടുന്ന രാക്ഷസനെ കണ്ട് മഹർഷിമാർ അത്ഭുതപ്പെട്ടു. ഈ അവസരത്തിൽ അഞ്ജന മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ഭഗവാനെ, ശംഭസാധനനെ വധിക്കുവാൻ ഒരു മാർഗം ഉപദേശിച്ചു തരണമേ. ഉടനെ ഒരു അശരീരി ഉണ്ടായി: ഹേ അഞ്ജനെ, ശംഭസാധനനെ വധിക്കുവാൻ ആർക്കും സാധ്യമല്ല. സ്വന്തം രക്തം കൊണ്ട് മാത്രമേ അവന് മരണമുള്ളൂ. ഇത് കേട്ട അഞ്ജന ശംഭസാധനന്റെ ശരീരത്തിൽ നിന്നും നിലത്ത് വീണ രക്തത്തിൽ മുക്കിയ ഒരസ്ത്രമെടുത്ത് വീരകേസരിക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു: പ്രഭു, ഈ അസ്ത്രം കൊണ്ട് അവനെ വധിക്കുക. വീരകേസരി അപ്രകാരം ചെയ്തു. സ്വന്തം രക്തത്തിൽ മുക്കിയ അസ്ത്രം ശരീരത്തിൽ തറച്ചതോടുകൂടി രാക്ഷസൻ വധിക്കപ്പെട്ടു. സന്തുഷ്ടരായ മഹർഷിമാർ അഞ്ജനയെ വീരകേസരിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. വിവാഹശേഷം ആ ദമ്പതികൾ സന്തോഷത്തോടെ ജീവിച്ചു. എന്നാൽ ഏറെ നാൾ കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞു പിറക്കാത്തതിൽ ദുഃഖിതരായ അവർ മഹാദേവനെ തപസ് ചെയ്തു പ്രസാദിപ്പിക്കുവാൻ തീരുമാനിച്ചു. അവർ ഓം നമഃശിവായ എന്ന മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് കഠിനമായ തപസ് തുടങ്ങി. ഈ സമയം മഹാദേവനും പാർവതീദേവിയും കുരങ്ങുകളുടെ രൂപത്തിൽ വനത്തിൽ വസിക്കുകയായിരുന്നു. വാനര രൂപം പൂണ്ട മഹാദേവനിൽ നിന്നും പാർവതീദേവി ഗർഭം ധരിച്ചു. ഈ ഗർഭത്തെ മഹാദേവൻ തൻ്റെ ദിവ്യശക്തിയാൽ വെളിയിലെടുത്ത് വായുദേവന് നൽകി. വായുദേവൻ ഈ ഗർഭത്തെയും വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന വേളയിൽ
ശിവാംശത്തിൽ നിന്നും ശിശു പിറക്കുന്നതിനായി അഞ്ജന എന്ന വാനര സ്ത്രീ തപസ് ചെയ്യുന്നത് കാണുവാൻ ഇടയായി. വായുദേവൻ ഈ ദിവ്യഗർഭത്തെ അഞ്ജനയുടെ ഉദരത്തിൽ നിക്ഷേപിച്ചു. അഞ്ജന ഗർഭിണിയായതോടെ അവളും പതിയായ വീരകേസരിയും വളരെയധികം സന്തോഷിച്ചു. വാനരന്മാർ ശക്തി പ്രാപിച്ചിരുന്ന കാലമായിരുന്നു അത്. അന്ന് കിഷ്കിന്ധ ഭരിച്ചിരുന്നത് ഇന്ദ്രപുത്രനായ ബാലിയായിരുന്നു. അഞ്ജന ശിവചൈതന്യത്തിലുള്ള ഒരു ശിശുവിന് താമസിയാതെ ജന്മം നൽകുമെന്നും അവൻ സകലരിലും ബലവാനായി തീരുമെന്നും നാരദനിൽ നിന്നറിഞ്ഞ ബാലി തൻ്റെ രാജസ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് ഭയന്നു. അഞ്ജനയുടെ ഗർഭം നശിപ്പിക്കുന്നതിനായി പഞ്ചലോഹമൊരുക്കി അഞ്ജന പോലും അറിയാതെ അവളുടെ ഗർഭത്തിലൊഴിച്ചു. പക്ഷെ ശിശുവിനെ നശിപ്പിക്കുവാനുള്ള ബാലിയുടെ ശ്രമം വിഫലമായി. സംഹാരമൂർത്തിയുടെ ബീജത്തിൽ നിന്നും പിറന്ന ആ ശിശുവിന് പഞ്ചലോഹം ഒരു കർണാഭരണമായി തീർന്നു. ഇങ്ങനെയാണ് ഹനുമാന് ജനിക്കുമ്പോൾ തന്നെ കർണാഭരണം ലഭിച്ചത്. ഹനുമാൻ ജനിച്ചത് മഹാമേരുവിന് തെക്കുള്ള കനകമെന്ന വനത്തിലാണ്. ഹനുമാന് ജന്മം നൽകിയതോടുകൂടി ശാപമോക്ഷം ലഭിച്ച അഞ്ജന വാനര രൂപം വെടിഞ്ഞ് അപ്സരസായ പുഞ്ചികസ്ഥലയായി മാറി. തൻ്റെ ഉണ്ണിയെ പിരിയേണ്ടി വരുമല്ലോ എന്നോർത്ത് കണ്ണീർ പൊഴിച്ച പുഞ്ചികസ്ഥലയോട് ശിശുവായ ഹനുമാൻ ചോദിച്ചു, അമ്മേ, അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചു പോയാൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? എൻ്റെ ജീവൻ നിലനിർത്തുന്നതിനുള്ള ഭക്ഷണം എനിക്ക് എവിടുന്നാണ് ലഭിക്കുക? ഇത് കേട്ട പുഞ്ചികസ്ഥല പറഞ്ഞു, ഉണ്ണി, കാട്ടിലെ കായ്കളും പഴങ്ങളും നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരമായി തീരും. നിനക്ക് വിശപ്പ് തോന്നുമ്പോൾ അവ ഭക്ഷിച്ചു കൊള്ളുക. ഇങ്ങനെ അനുഗ്രഹിച്ച ശേഷം ആ മാതാവ് സ്വർഗത്തിലേക്ക് പോയി. അങ്ങനെ പിതാവായ വീരകേസരിയുടെ കൂടെ ഹനുമാൻ കാട്ടിൽ വസിക്കുന്ന കാലം ഒരു കാട്ടാളൻ ശിശുവായ ഹനുമാനെ വിദ്യകൾ അഭ്യസിപ്പിക്കാമെന്ന് വീരകേസരി അറിയിച്ചു. എന്നാൽ ആ കാട്ടാളന്റെ ശക്തി ഒന്ന് പരീക്ഷിക്കുവാൻ വീരകേസരി തീരുമാനിച്ചു. അങ്ങനെ അവർ തമ്മിൽ നടന്ന മത്സരത്തിൽ വീരകേസരി പരാജയപ്പെട്ടു. കാട്ടാളനായി വന്നത് സാക്ഷാൽ മഹാദേവനായിരുന്നു. അങ്ങനെ ഹനുമാനെ മഹാദേവൻ സകല ആയുധ വിദ്യകളും പഠിപ്പിച്ചു. തുടർന്ന് സരസ്വതി ദേവിയിൽ നിന്നും സംഗീതവും സൂര്യദേവനിൽ നിന്നും സകല വേദങ്ങളും ഹനുമാൻ ഹൃദിസ്ഥമാക്കി. ഗുരുദക്ഷിണയായി എന്തു വേണമെന്ന് ചോദിച്ച ഹനുമാനോട് സൂര്യദേവൻ ഇപ്രകാരം പറഞ്ഞു, നിനക്ക് ഗുരുദക്ഷിണ സ്വീകരിച്ചേ തീരൂ എന്ന് നിർബന്ധമാണെങ്കിൽ ഞാനിതാ ഒരു ഗുരുദക്ഷിണ ആവശ്യപ്പെടുന്നു. നിന്റെ വംശത്തിൽ പിറന്നവനും എൻ്റെ പുത്രനുമായ സുഗ്രീവൻ ബാലിയോടൊപ്പം കിഷ്കിന്ധയിൽ വസിച്ചു വരുന്നു. അവൻ ബാലിയോളം ശക്തനല്ല. അവൻ്റെ മന്ത്രിയും സഹചാരിയുമായി നടന്ന് നീ അവനെ സഹായിക്കുക. അതാവട്ടെ നീ എനിക്ക് നൽകുന്ന ഗുരുദക്ഷിണ. സൂര്യദേവന്റെ ആജ്ഞയനുസരിച്ച് ഹനുമാൻ കിഷ്കിന്ധയിലെത്തി സുഗ്രീവനെ കണ്ട് സ്വയം പരിചയപ്പെടുത്തി. അതിനുശേഷം ഹനുമാൻ സുഗ്രീവന്റെ മന്ത്രിയുമായി തീർന്നു.